Hello everybody, welcome back to Confectionery with Affection. So, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാരമൽ മിൽക്ക് പുഡിംഗ് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ. വളരെ ചുരുക്കം സാധനങ്ങൾ മതി. നമുക്കിത് ഓവനിലോ സ്റ്റോവ് ടോപ്പിലോ ഒന്നും ചെയ്തെടുക്കണ്ട. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 1/3 കപ്പ് പഞ്ചസാര ഒന്ന് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഇത് കാരമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങിയൊരു 6ാമത്തെ മിനിറ്റ് മുതൽ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ലിക്വിഡി ആയിട്ട് തുടങ്ങും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് കാരമലൈസ് ചെയ്ത് കിട്ടേണ്ടത്. അങ്ങനെ ലിക്വിഡായി തുടങ്ങുന്നു എന്ന് കണ്ട ഉടനെ തന്നെ നമ്മൾ പാൻ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു സിലിക്കോൺ സ്പാറ്റുല കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബബിൾ ചെയ്യും, മേത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ല ചൂടായിരിക്കും. ചൂടോടെ തന്നെ നിങ്ങളത് സ്പാറ്റില കൊണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാൻ നല്ലപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വേണോട്ട് ചെയ്യാൻ, കാരണം നമുക്കൊരിക്കലും പഞ്ചസാര തിരിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് പോകരുത്. ഒരുമാതിരി മിക്സ് നല്ല ഈവനായിട്ട് ഒരു കട്ടി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ മിക്സ് അടിയിൽ അങ്ങനെ പിടിക്കില്ല, പിന്നെ മോൾഡിലേക്ക് ഒഴിക്കാൻ സേഫായിരിക്കും. ഇത് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക. മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് മോൾഡ് നമ്മൾ നെയ്യോ വെണ്ണയോ ഇട്ടൊന്നു അതിന് ചുറ്റും ഇത് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിനൊന്ന് ബ്ലൂം ചെയ്യാൻ വെക്കണം. ബ്ലൂം ചെയ്യാന്ന് വെച്ചാൽ അത് ഒരുമാതിരി നല്ല വെള്ളമെല്ലാം അബ്സോർബ് ചെയ്ത് നല്ല കട്ട പിടിക്കും ഈ ഒരു അവസ്ഥയിൽ. എന്നിട്ട് ഇതിന് നമുക്കൊരു മൈക്രോവേവിലോ അഥവാ സ്റ്റോവ് ടോപ്പിൽ ഡബിൾ ബോയിൽ ചെയ്തോ വേണമെങ്കിൽ ഇത് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയത് അത്യാവശ്യം മെൽറ്റായി കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വയ്ക്കണം. നമുക്ക് പാലിൻ്റെ പണി നോക്കാം. ഞാനൊരു സോസ് പാനിലേക്ക് ഏകദേശം 2 കപ്പ്, അതായത് 500 ml പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതാകുമ്പോൾ പുഡിങ് അത്യാവശ്യം നല്ല കട്ടിയോടെ നമുക്ക് കിട്ടും. പക്ഷേ ഫുൾ ഫാറ്റ് മിൽക്ക് ഇല്ലെങ്കിൽ സാധാ പാൽ തന്നെ ഉപയോഗിച്ചാലും മതി. ഇനി ഞാൻ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചേക്കണം. നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കാരമലിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ വരെ ഇടാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര തരികൾ അലിയണം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മിൽക്ക് നമ്മൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ചൂട് വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ജലാറ്റിൻ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ പാലിന് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് ജലാറ്റിൻ പെട്ടെന്ന് അലിഞ്ഞോളും. നമ്മൾ ആദ്യമേ ജലാറ്റിൻ ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റാൻ പോണത് പാത്രത്തിനടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മുടെ മോൾഡിലെ കാരമൽ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പാല് തിളയ്ക്കണ്ട, പക്ഷെ നല്ലപോലെ ചൂടായാൽ മതി. ഇതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റുക. പാല് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇത് മോൾഡിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ മോൾഡ് ഓരോന്നായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ജലാറ്റിന് പകരം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ചൈന ഗ്രാസും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ സെറ്റ് ചെയ്യും. ഏകദേശം 2 മണിക്കൂറത്തേക്ക് വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കമത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മോൾഡ് പതുക്കെ ഒന്ന് മാറ്റാം. ഞാനീ പുഡിങ്ങിനകത്ത് വാനില എസൻസ് ചേർത്തില്ല, കാരണം നമ്മളിത് എഗ്ഗൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയേക്കുന്നു. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷെ നിങ്ങൾ മുട്ട വെച്ച് ഉണ്ടാക്കുകയാണ് അഥവാ കസ്റ്റർഡ് പൗഡർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.